ഹായ് ഹലോ, അപ്പോൾ നമ്മൾ വേളാങ്കണ്ണി പോയതിൻ്റെ ഒരു വീഡിയോ കൂടി ഉണ്ട്. ഇതൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ഫോണിൽ എനിക്ക് കുറച്ചെടുക്കാൻ പറ്റുള്ളൂ. അനിയത്തി ഐഫോണൊക്കെ എടുത്ത് കാരണം അതിലായിരുന്നു ഫുൾ വീഡിയോസ് ഉണ്ടായിരുന്നത്. പിന്നെ അവളുടെ ഫോണിലെടുത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്. ഇന്നെടുത്ത് കഴിഞ്ഞാൽ അടുത്ത മാസമായിട്ട് കിട്ടുള്ളൂ ഫോട്ടോസൊക്കെ. അപ്പോൾ നിൽക്കാൻ വന്നപ്പോഴാണ് ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ പള്ളിയിലേക്ക് കുർബാനയ്ക്ക് പോകുമായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ വീഡിയോസിൽ ഞാൻ വീണ്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ അനിയത്തി ഉണ്ണി, പിന്നെ അത് അവളുടെ കൂട്ടുകാരി, പിന്നെ അപ്പാപ്പൻ, അമ്മാമ്മ, ചേട്ടൻ, ഉണ്ണി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെള്ള ഫോൺ പുതിയതാണല്ലോ, അപ്പം നേരത്തെ വീഡിയോസ് എടുക്കുക, ഫോട്ടോ എടുക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു ഞങ്ങളുടെ മെയിൻ പരിപാടി. ഇതൊരു വലിയ ലോങ് വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും കാണാൻ ഇഷ്ടമുള്ളവർ കാണാൻ നിർബന്ധിക്കുന്നില്ല കേട്ടോ ആരും. പിന്നെ നമ്മളിതാ ഈ കാണുന്ന പള്ളിയിലേക്ക് പോയിട്ടോ. ഈ പള്ളിയിലാണെങ്കിൽ നല്ല മുട്ടൻ തിരക്കായിരുന്നു. അന്ന് കടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങോട്ട് അവിടെ ഗേറ്റൊക്കെ അടയ്ക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കയറി, പക്ഷേ ഇങ്ങോട്ട് തിരിച്ച് കിടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ചോദിച്ചിട്ട് പുറത്തേക്ക് കിടക്കാനാന്നൊക്കെ ചോദിച്ചിട്ടാണ് അവർ വിട്ടയച്ചത് കേട്ടോ. അപ്പോൾ അതാ നിങ്ങൾ തന്നെ കണ്ടില്ലേ, നല്ല തിരക്കായിട്ട്. പിന്നെ എൻ്റെ സൗണ്ടിന് ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ. എനിക്ക് നല്ല ജലദോഷമുണ്ട്, അത് കാരണമാണ് റെക്കോർഡ് ചെയ്യുമ്പോൾ വ്യത്യാസമുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ പേപ്പറിൻ്റെ മുന്നാണ്. ഇവനെ കാണാണ്ട് അന്വേഷിച്ച് തപ്പിപ്പിടിച്ച് കിട്ടിയതാണ് ഇപ്പോൾ കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ചേട്ടൻ്റെ ഉണ്ണിയുടെ എൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദാ ഈ വരുന്ന ഈ 3 പടകളും 3 ഒരേ പ്രായക്കാരാണ് കേട്ടോ. എൻ്റെ അനിയത്തിയുടെ കൂട്ടുകാരികളാണ്. പിന്നെ അത് അതിൻ്റെ ഇടയിൽ ഒരു വിടക്ക് വരുന്നുണ്ട്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കല്യാണം കഴിയാൻ വേണ്ടിയിട്ടൊന്ന്. പിന്നെ ദാ ഈ പറഞ്ഞത് ഇവനെയാണ് കേട്ടോ. ക്രിസ്ത്യനായ നല്ലൊരു യുവതിയെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എല്ലാവരും ഇവന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇഷ്ടമുള്ളവരൊക്കെ ഇഷ്ടമാണെന്ന് പറയുക. അതായത് നമ്മൾ നേരെ പള്ളിയുടെ ഉള്ളിലേക്ക് കയറി കേട്ടോ. അവിടെ ഇരുന്ന് കുറച്ച് നേരം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അവിടെ നിന്ന് പോന്നു. തിരക്കായിരുന്നു അതിൻ്റെ ഉള്ളിൽ കേട്ടോ. തൊട്ടുമുത്താൻ തന്നെ നല്ല വരികയായിരുന്നു, അറ്റം തൊട്ട് അറ്റം വരികയായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ കടലിൻ്റെ അവിടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. കടലിൻ്റെ അവിടേക്ക് ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് കേട്ടോ. നല്ല തിരക്കാണ് ഗൈസ്. കരിഞ്ഞു പോകുന്ന ചൂടത്ത് ഞങ്ങളെല്ലാം അതിൻ്റെ ഇടയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിരിഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാണ്ട് അന്വേഷിച്ച് നിൽക്കുന്നത് എവിടുന്നോ ഇവള് വരുന്നുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയുണ്ട് ഗൈസ് ഞങ്ങളുടെ ഈ 2 പേരുടെ മീ കഴിച്ച്? ഞാൻ വാങ്ങിയത് കണ്ടിട്ട് അവള് വാങ്ങിയതാട്ടാ. പിന്നെ നമ്മൾ അവിടെ നിന്ന് നടന്നു. കടലിൻ്റെ അവിടേക്ക് നടക്കാമെന്ന് ചോദിച്ചു. നല്ല നട്ടപ്പുറ വെയിലാണ്, ഞങ്ങൾക്ക് നല്ല നട്ടപ്പുരാന്തുമായിരുന്നു. വരുന്ന വഴിക്കാണത് ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കാണാം. പലതരം കൊന്തകൾ, ലോക്കറ്റ്, അതുപോലെ കീ ചെയിൻസ് കുറേ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നടന്നു ഇങ്ങനെ കുറേ ഷോപ്പുകളും ഉണ്ടായിരുന്നു കേട്ടോ. ഷോപ്പിലൊക്കെ നല്ല വിലയാണ്. ഞങ്ങൾ സാധനങ്ങൾക്ക് കയറും വില ചോദിക്കും, ഇറങ്ങും, കയറും വില ചോദിക്കും, ഇറങ്ങും. ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ ഒരു പണി കേട്ടോ. പിന്നെ ആദം ഉറങ്ങിയ കാരണം എനിക്ക് നല്ല ഭാഗ്യമായിരുന്നു. ഈ കടകളൊന്നും അവൻ കണ്ടിട്ടില്ല. പിന്നെ ഞങ്ങളുടെ ഒരു വീഡിയോ എടുത്തു കടലിൻ്റെ അവിടെ പോയിട്ട്. പിന്നെ ഇവൻ്റെ ഒരു വീഡിയോ കിട്ടി. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ച് പോകുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും മറ്റേ പിന്നെ കാണാൻ ബൈ.